إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وفعلوا الخير لعلكم تفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ചറപ്പിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ഹിജ്റിന്റെ ചില ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തു ഹജ്ജിന്റെ ചില ആയത്തുകൾ, അങ്ങനെ ഖുർആനിൽ പല ആയത്തുകളിലൂടെ വിശ്വാസികൾക്ക് വളരെ അധികം പ്രാധാന്യമുള്ള വിശ്വാസികളുടെ വിജയത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. സൂറത്തു ഹജ്ജിന്റെ ചില ആയത്തുകൾ, തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, റുക്ഉ വസ്ജുദു, നിങ്ങൾ റുക്ഊ ചെയ്യുക, സുജൂദ് ചെയ്യുക, വഅബ്ദു റബ്ബക്കും, ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങൾ മുഴുകുക, നിരതരാവുക, വഫഅലുൽ ഖൈർ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുവാനുള്ളത്.
വിജയത്തിന്റെ 4 തൂണുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേറ്റവും ആദ്യം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതും യാ അയ്യുഹല്ലദീന ആമനു റുകൂഉ വസ്ജുദൂ, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ റുകൂഉ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കാരത്തിൽ ഏർപ്പെടുക, നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക എന്ന കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ്? അവസാനം അതും സൂചിപ്പിച്ചു, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, വിജയിച്ച ആളുകളായി മാറുവാൻ ജീവിതത്തിൽ നമസ്കാരം ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് മുഅ്മിനൂൻ ആദ്യ വചനങ്ങൾ നമുക്ക് കാണാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള വിശ്വാസികൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂഅ പുലർത്തിയ ആളുകൾ, ഇഖ്ലാസോടുകൂടി, ഭയഭക്തിയോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി നമസ്കരിച്ച ആളുകൾ, അവർ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, റഅസുൽ അംരിൽ ഇസ്ലാം വ അമൂദുഹു അസ്സലാത്ത്, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളിലെ തലവൻ നമസ്കാരമാണ്. എല്ലാത്തിന്റെയും തൂണുകൾ, മേൽക്കൂരയുടെ ഒക്കെ തൂണ്, ആ തൂണ് ഇല്ലാതെ മറ്റൊന്നും സ്ഥായിയായി നിലനിൽക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ തൂണാണ് നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ യഥാവിധം നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് റബ്ബ് നമ്മളെ ഉണർത്തുകയാണ്. മാത്രമല്ല നാളെ പരലോകത്ത് നമുക്ക് കാണാം, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത് അവ്വലു മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു, നാളെ പരലോകത്ത് വെച്ച് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ആദ്യം അല്ലാഹു ചോദിക്കുന്ന ചോദ്യം അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആദ്യത്തെ ആ ചോദ്യം, ആ നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് തീരാതെ നമ്മളുടെ കാൽ ഒരടി പോലും മുന്നോട്ട് വെക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ നമസ്കാരം എന്ന ആദ്യത്തെ ചോദ്യം, നിന്റെ ജീവിതത്തിലെ നിന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ആ ചോദ്യത്തിനുള്ള ഉത്തരം, അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് റബ്ബ് ചോദിക്കുവാനിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളിലും ആ വ്യക്തി വിജയിച്ചു എന്നാണ്. എന്നാൽ ആദ്യ ചോദ്യമായ നമസ്കാരത്തിൽ അതിലവന് പരാജയമാണ് എങ്കിൽ ബാക്കി വരാനിരിക്കുന്ന ചോദ്യങ്ങളിലും അവന് നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരു വിശ്വാസിയുടെയും കാഫിറിന്റെയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തറക്കു സ്വലാത്ത്, അവിടെയും നമസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തി അതോടുകൂടി അവൻ കാഫിറാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഗൗരവം നമസ്കാരത്തിന്റെ വിഷയത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഖുർആനിന്റെ ആയത്തുകളിലൂടെ, റസൂലിന്റെ ചര്യകളിലൂടെ, ഹദീസുകളിലൂടെ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹിയുടെ ഒരു താക്കീത് നമുക്ക് കാണാം, മൻ തറക സ്വലാത്തൽ അസ്രി ഫഖദ് ഹബിത അമലുഹു, ആരാണോ ബോധപൂർവം അസ്ർ നമസ്കാരം അവന്റെ ജീവിതത്തിൽ ബോധപൂർവം ഒഴിവാക്കാൻ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്, മടിയാണ് പോകാൻ, ബോധപൂർവം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അസ്ർ നമസ്കാരം മൻ തറക ആരാണ് ഒഴിവാക്കുന്നത്, ഹബിത അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ, അവൻ ഇതുവരെ ചെയ്ത അമലുകൾ അത് നിഷ്ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കാരണം ബോധപൂർവമാണ് ആ വ്യക്തി ആ നമസ്കാരം ഒഴിവാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തെ
ഗൗരവത്തോടുകൂടി കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാർ, മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബികൾ, അവരുടെ ജീവിതത്തിലൊക്കെ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെട്ട ചരിത്രങ്ങൾ ഇല്ലാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനെ ഒരുപാട് പ്രയാസത്തോടെ നോക്കിക്കണ്ടിരുന്ന സ്വഹാബികളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ നമസ്കാരത്തെ നോക്കിക്കാണുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. തന്റെ റബ്ബിനോട് ഒരു വിശ്വാസി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് നമസ്കാരത്തിൽ അവന്റെ സുജൂദുകളിലാണ്. റബ്ബിനോട് ഒരു മനുഷ്യൻ ഏറ്റവും അടുത്ത്, എന്നെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ആ പടച്ച റബ്ബുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യം ആ സുജൂദുകളിലാണ്, അതാ നമസ്കാരങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ഒരു വിശ്വാസി ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നു. ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകൊണ്ട് അവൻ സുജൂദിലേക്ക് കടക്കുന്നു, അവൻ കരയുന്നു. പിശാച് ഇത് കാണുമ്പോ നാണം കെട്ടുകൊണ്ട് പിശാച് മാറി നിൽക്കുമെന്നാണ്. എന്നിട്ട് പിശാച് പറയും, യാ ലൈതനി യാ ലൈതനി, എന്റെ നാശമേ എന്റെ നാശമേ, എന്നോട് പടച്ച റബ്ബ് സുജൂദ് ചെയ്യുവാൻ പറഞ്ഞു, ഞാനതിനെ നിരസിച്ചു, അഹങ്കരിച്ചു, എനിക്ക് നരകമാണ്. ആദമിന്റെ മക്കളോട് അല്ലാഹു സുജൂദ് ചെയ്യുവാൻ കൽപ്പിച്ചു, അവരിതാ സുജൂദ് ചെയ്യുന്നു, അവർക്ക് സ്വർഗമാണല്ലോ. യാ ലൈതനി, എന്റെ നാശമേ എന്ന് പിശാച് പറയും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആ വിജയത്തിന്റെ താക്കോലായ, ആദ്യ താക്കോലായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രയാസങ്ങളാണോ പ്രതിസന്ധികളാണോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യഘട്ടങ്ങൾ ഇസ്ലാം മക്കയിൽ പ്രചാരണം തുടങ്ങുന്നു. ആ സമയത്താണ് മക്ക മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് പ്രയാസങ്ങൾ റസൂലിനെ ഏൽക്കേണ്ടി വരുന്നത്. റസൂലിന്റെ ഹൃദയം വല്ലാതെ ചുരുങ്ങി ഇടുങ്ങി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയക്കുന്ന സന്ദേശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുന്നത്, വലഖദ് നഅലമു അന്നക യദീഖു സദ്റക ബിമാ യഖൂലൂൻ. പ്രവാചകരെ, ആ മുശ്രിക്കീങ്ങളായ ആളുകൾ, താങ്കളുടെ ചുറ്റുമുള്ള ആളുകൾ താങ്കളെ കുത്തുവാക്കുകൾ പറയുന്നത് മൂലം താങ്കളുടെ ഹൃദയം അത് ഇടുങ്ങിയതായി, ഞെരുങ്ങി പ്രയാസപ്പെടുന്നത് നാം അറിയുന്നുണ്ട്. പ്രവാചകരെ, പടച്ചറപ്പായ താങ്കളുടെ സൃഷ്ടാവായ ഞാൻ അതറിയുന്നുണ്ട്. അതറിയുന്നില്ല എന്ന് താങ്കൾ കരുതരുത്. താങ്കൾക്ക് പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് റബ്ബ് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. അതുകൊണ്ട് താങ്കൾ താങ്കളുടെ റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. എന്നിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂടെ താങ്കളുമാവുക എന്ന് പറഞ്ഞാൽ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക. പ്രയാസങ്ങളിലാണ്, പ്രതിസന്ധികളാണ് എന്നറിയാം, അതുകൊണ്ട് താങ്കൾ നമസ്കാരം നിലനിർത്തുക. വല്ലാത്തൊരു സന്ദേശം. പ്രതിസന്ധികളിലും പ്രയാസത്തിലും ആ മനക്ലേശത്തിന്, ആ പ്രയാസത്തിന് ഒന്ന് തണുപ്പ് നൽകുവാൻ, ശാന്തി ലഭിക്കുവാൻ പടച്ച റബ്ബ് റസൂലുള്ളാഹിക്ക് നൽകുന്ന ഉപദേശം നമസ്കാരം തുടരൂ, സുജൂദിലേർപ്പെടൂ എന്ന സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വിജയിക്കുവാനുള്ള ഒന്നാമത്തെ താക്കോൽ അത് നമസ്കാരമാണ്. മാനസികമായ നമ്മളുടെ സമാധാനം അത് പടച്ച റബ്ബിന്റെ സ്മരണകളിലൂടെയാണ്. യഥാർത്ഥത്തിൽ വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കടന്നു പോകാവുന്നതല്ല നമ്മളുടെ നമസ്കാരം. മറിച്ച് ആ നമസ്കാരം എന്നുള്ളത് നമ്മളും നമ്മളുടെ റബ്ബും ഇടയിലുള്ള വല്ലാത്തൊരു മുനാജാത്ത്, പടച്ച റബ്ബിന്റെയും നമുക്കും ഇടയിലുള്ള മുനാജാത്ത്. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമസ്കാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമസ്കാരം നമുക്ക് വെളിച്ചമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തത് വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക, ആരാധനയിൽ മുഴുകുക, അല്ലാഹുവിന്റെ സ്മരണകളിൽ നിങ്ങൾ മുഴുകുക എന്ന കൽപ്പനയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യനെയും അല്ലാഹു സൃഷ്ടിച്ചത് അത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവനെ ആരാധിക്കാനല്ലാതെ, ആ റബ്ബിനെ
ആരാധിക്കാനല്ലാതെ ഇവരെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരുപാട് പദവികൾ ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം, ഒരുപാട് പദവികളുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടായേക്കാം. ലോകത്ത് മനുഷ്യബുദ്ധി കൊണ്ട്, മനുഷ്യധിഷണ കൊണ്ട്, മനുഷ്യന്റെ സാമ്പത്തിക ശക്തി സിദ്ധി കൊണ്ട് മനുഷ്യരെത്തിപ്പിടിച്ച പദവികൾ വർണ്ണിക്കാനാവാത്ത വിധം ഗംഭീരമാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവ്വതും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ, ആ സൃഷ്ടിനാഥന്റെ അടിമയാണ് ഞാൻ, നിങ്ങൾ എന്നുള്ള ആ തിരിച്ചറിവ്, ആ പദവി, അതിനേക്കാൾ വലിയതൊന്ന് എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുവാനുള്ളത്? ആ പദവിയേക്കാൾ, റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്നുള്ള ആ ഒരു പദവിയേക്കാൾ വലിയ ഒരു അന്തസ് എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുവാനുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് നമ്മൾ തിരിച്ചറിയണം. ആ റബ്ബിന്റെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ മുഴുകണം. മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വ യർളാ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അല്ലാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അത് ഇബാദത്താണ്. എങ്ങനെയുള്ള അല്ലാഹിറത്തി വൽ ബാത്തിന, അത് ആന്തരികമായി ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്താധാരകളാകട്ടെ, അതല്ല നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നതാകട്ടെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അത് ഇബാദത്താണ് എന്ന് ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ, നമ്മളുടെ ഉദ്ദേശ ശുദ്ധി ശരിയാണെങ്കിൽ, നമ്മളുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോ അതിന് നേരെ ചൊവ്വേ സത്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് ആരാധനയാണ്. അല്ലാഹുവിന്റെ സ്മരണകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അത് ആരാധനയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഹൃദയങ്ങളിൽ നാം സ്മരിക്കുമ്പോ അവിടെ അത് ആരാധനയാണ്. മാതാപിതാക്കളെ സേവിക്കുമ്പോ, മാതാപിതാക്കളോട് നല്ല വാക്ക് പറയുമ്പോ, കാരണം അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഇണയോട് നല്ല വാക്ക് പറയുമ്പോ, കാരണം അത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതാണ്. മക്കൾക്ക് ദീനി തർബിയത്തുകൾ നൽകുമ്പോ, കാരണം അത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കച്ചവടമാണ്, ബിസിനസ്സാണ്, എന്നാൽ നേരെ ചൊവ്വേ ഏറ്റവും നല്ല രൂപത്തിൽ നീതിപൂർവം നമ്മൾ അതിനെ കൊണ്ടു നടന്നാൽ അത് ഇബാദത്താണ്. എങ്ങനെ? അല്ലാഹുവിനെ ഭയപ്പെട്ടും പടച്ച റബ്ബിനെ സ്നേഹിച്ചും അങ്ങനെ ആ റബ്ബ് കൽപ്പിച്ച കൽപ്പനാ രീതികളിലൂടെ കടന്നു പോകുമ്പോ നമ്മളുടെ നെയ്യത്ത് കൂടി ശരിയാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഇബാദത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്, അവരെന്ത് ചെയ്താലും അവന് പ്രതിഫലമാണ്. മറ്റുള്ള ഒരു മതത്തിന്റെ ആളുകൾക്കും അത് അവകാശപ്പെടാനില്ല. അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണ്. അവൻ സലാം പറഞ്ഞാൽ അവനക്ക് പ്രതിഫലമാണ്, അവൻ സംസാരിച്ചാൽ അവനക്ക് പ്രതിഫലമാണ്, വസ്ത്രം ധരിച്ചാൽ അവന് പ്രതിഫലമാണ്, നടന്നാൽ ഇരുന്നാൽ നോക്കിയാൽ എല്ലാ സാഹചര്യങ്ങളിലും പടച്ച റബ്ബ് കൽപ്പിച്ച കൽപ്പനാ രീതികളിലൂടെയാണോ ജീവിതത്തിലുടനീളം അവന് പ്രതിഫലമാണ്. അങ്ങനെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ നിയ്യത്ത് ശരിയായിരുന്നുവെങ്കിൽ എത്രയോ പ്രതിഫലങ്ങൾ ഒരു ദിവസം തന്നെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിച്ചേനെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ റബ്ബിന്റെ സ്മരണയിലൂടെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുവാൻ നമുക്ക് സാധിക്കണം. കാരണം ആ റബ്ബിന്റെ സ്മരണയിൽ മാത്രമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അവിടെയാണ് നമുക്ക് സമാധാനം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ ആയത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നത് നമുക്ക് കാണാം, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്യുക, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ അതെത്ര ചെറുതായാലും എത്ര വലുതായാലും എത്ര ചെറുതിനെയും നമ്മൾ നിസ്സാരമാക്കി നമ്മൾ കാണരുത്. കാരണം നാളെ പരലോകത്ത് ഒരണുമണി തൂക്ക
ഭൂമുഖത്തോളം നന്മയുണ്ടെങ്കിലും അത് പടച്ച റബ്ബ് കൊണ്ടുവരും എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ഒരു നന്മയെയും നിസ്സാരമാക്കി നമ്മൾ കാണരുത്. അങ്ങനെ നന്മയുള്ള നന്മ മറ്റുള്ളവരിലേക്ക് പകർത്തുന്ന ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ, അല്ലയോ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നന്മ കാണിക്കുക, കരുണ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ആകാശവാന ലോകത്തുള്ള പടച്ച റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ നന്മകൾ വളരട്ടെ. നമ്മളുടെ നാടുകളിലും സമൂഹത്തിലും അയൽക്കാർക്കുമിടയിലുമെല്ലാം നന്മകൾ ഉണ്ടാകണം. ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ആരാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമൻ? പടച്ച റബ്ബിന്റെ കണ്ണിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അതാരാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾ അവരാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബുമായുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്, നിർബന്ധമാണ്. അതുമാത്രം നമുക്ക് പോരാ, ആളുകളുമായുള്ള ബന്ധം വേണം. സഹജീവികളുമായി, സഹപ്രവർത്തകന്മാരുമായി, അയൽക്കാരുമായി, ചുറ്റുപാടുള്ളവരുമായി നല്ല ഒരു ബന്ധം നമുക്കുണ്ടാകണം. ഒരു പുഞ്ചിരി നമുക്ക് നൽകുന്നത് ഒരു സ്വതക്കയാണ്. ഒരു പുഞ്ചിരി നമുക്ക് നൽകുന്നത് നാളെ പരലോകത്ത് നമ്മളുടെ നന്മയുടെ ഏടുകളിൽ ഒരു പ്രതിഫലമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നൽകുന്നത് നന്മയാണ്. നമുക്ക് നൽകുന്നത് അയൽക്കാരനായ നമ്മളുടെ സഹോദരന് ഭക്ഷണം നൽകുന്നത് നാളെ പരലോകത്ത് നമ്മളുടെ ഏടുകളിൽ അവിടെ നന്മയാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത് നാലാമതായി കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരായേക്കാം എന്നതാണ്. നമസ്കാരം നിലനിർത്തിക്കൊണ്ട് വഅബ്ദു റബ്ബക്കും, അങ്ങനെ അല്ലാഹുവിൽ ആരാധനകൾ മുഴുകിക്കൊണ്ട് പിന്നീട് വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആയത്ത് അവസാനിപ്പിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ വിജയം എവിടെയാണ്? നിങ്ങൾക്ക് വിജയമുണ്ട്, വിജയിച്ചേക്കാം എന്ന് പറയുന്ന ആ വിജയം അതെവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? അത് നാളെ പരലോകത്ത് സ്വർഗത്തിലാണ് ആ വിജയം. സ്വർഗമാണ് ആ വിജയം, ഖബറിലാണ് ആ വിജയം. ആ ഖബറെത്തും വരേക്കും പ്രിയമുള്ളവരെ, മരണമെത്തും വരേക്കും നമുക്ക് വിശ്രമമില്ല. സ്വർഗമെന്ന ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുവാനുള്ള സമയമാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് അവർക്ക് വലിയ ഒരു തിരുത്തായി മാറണം അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആത്മീയതയും അതുപോലെ തന്നെ ആരാധനയും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാമൂഹികമായ പ്രതിബദ്ധതയും, അങ്ങനെ പൂർണ്ണമായ ഒരു വിജയം അത് കൈവരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നമ്മളോടാണ് ആ കൽപ്പന. ജീവിതത്തിൽ നമസ്കാരം നിങ്ങൾ നിലനിർത്തുക. അതുപോലെ തന്നെ വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ആരാധനകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക. മൂന്നാമതായി കൊണ്ട് നന്മകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക. ഈ ഒരു വലിയ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം എന്ന് പറയുന്നത് സൃഷ്ടിച്ച സൃഷ്ടിനാഥനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു വലിയ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ
ജീവിതത്തിൽ അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇഖ്ലാസോട് കൂടിയുള്ള റുകൂഅകൾ, സുജൂദുകൾ, നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇഖ്ലാസോട് കൂടിയുള്ള ഏറ്റവും പടച്ച റബ്ബുമായി അടുത്ത് നിൽക്കുന്ന സുജൂദുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നാം പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഒരുപാട് നന്മകൾ ബാക്കിയാക്കി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. വലിയ ഒരു അനുഗ്രഹമായി കൊണ്ട് നമ്മളിലേക്ക് വന്നെത്തിയ റമളാൻ കഴിഞ്ഞു, ഈദും കഴിഞ്ഞു, സന്തോഷ ദിനങ്ങളിലാണ്. ആ റമളാനിൽ നാം എടുത്ത ഒരുപാട് നമ്മളുടെ അമലുകൾ പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്നത് നീ സ്വീകരിക്കണേ നാഥ. അല്ല ഒരുപാട് ആളുകൾ അന്ന് രാത്രി നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈലുകൾ, അതുപോലെ തന്നെ അവസാന 10 പ്രയത്നങ്ങൾ പടച്ച റബ്ബേ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ റമളാനിൽ മരണപ്പെട്ട് ഈ റമളാനിൽ നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരുപാട് സഹോദരന്മാർ പടച്ച റബ്ബേ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ഒരുപാട് പിഴവുകൾ റമളാനിൽ അത് ഞങ്ങളിൽ നിന്ന് നീ പരിഹരിക്കണമേ നാഥ. ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ മാനസികമായും ശാരീരികമായും കടങ്ങളാലും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ പടച്ച റബ്ബേ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നാഥ നീ ദൂരീകരിച്ച് കൊടുക്കണേ നാഥ. ഒരു ദിവസം നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. ഏറ്റവും നല്ല മരണം പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ആ ഖബറിൽ 6 അടി മണ്ണിൽ ആരോരുമില്ലാതെ ഒറ്റക്ക് കിടക്കേണ്ടവരാണ് നാം എല്ലാവരും പടച്ച റബ്ബേ. ഞങ്ങളുടെ ബർസഖ് ജീവിതം നീ ഏറ്റവും നല്ല രൂപത്തിൽ വിശാലമാക്കി നൽകണേ നാഥ. ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.